ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ യാത്ര എൻ്റെ നാട്ടിലോട്ടാണ്. എൻ്റെ നാടെന്ന് പറയുമ്പോൾ വക്കത്താണ് കേട്ടോ. ജോലി തിരക്കുകൾ കാരണം ഞാൻ അങ്ങനെ വക്കത്തൊന്നും പോകാറില്ല. പക്ഷേ ഇതൊരു കാര്യമായിട്ടാണ് പോകുന്നത്. അവിടെ എൻ്റെ 2 കോഴികളുണ്ട്. കോഴികളെ കൊണ്ടുവരാൻ ഞാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് വണ്ടി നിർത്തി ചാടുമെന്നൊരു പേടിയുള്ളത് കൊണ്ടാണ് കൂടെ എൻ്റെ സ്റ്റാഫായ സന്ധ്യനെയും കൂടെ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ വക്കത്ത് പോകുമ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടല്ല കേട്ടോ, എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ അവിടെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കായലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ച കാണാനും കുറച്ച് വീഡിയോസ് എടുക്കാനും ഒക്കെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ചെന്നാൽ ഉടനെ ഞാൻ ഇപ്പോൾ വീട്ടിലോട്ടല്ല പോകുന്നത്. അമ്മയുടെ അടുത്ത് പറയാതെയാണ് ഞാൻ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ അനിയത്തിൻ്റെ വീട്ടിലോട്ടായിരിക്കും പോകുന്നതെന്ന് അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാം. കാരണം മെയിനായിട്ട് എനിക്ക് എപ്പോഴും വീഡിയോസ് എടുക്കലും ഓരോരോ കാഴ്ച കാണലുമാണ്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ഞാൻ ജൂലിയാണ് കണ്ടത്. ജൂലി എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഒരു 2000 രൂപ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവളെ കുട്ടിയാണ് നമ്മളെ വീട്ടിൽ കിടക്കുന്ന ടുട്ടുടു. അപ്പോൾ ജൂലിക്ക് ഭയങ്കര സ്നേഹമാണ്. എന്നെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടതാണ്. അവൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ജൂലിക്ക്. പക്ഷേ ഇവൾ കടിക്കും തുറന്ന് വിട്ടാൽ. അതുകൊണ്ട് ഇവളെ എപ്പോഴും കൂട്ടിലോട്ട് അടച്ചാണ് ഇട്ടിരിക്കുന്നത് അവർ. ജൂലിക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഡേഞ്ചർ, ബ്ലാക്കി, ലിസി, അവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി, സൂപ്പർ. എന്നിട്ട് കീടു ഞാൻ കണ്ടായിരുന്നു, വീഡിയോ കണ്ടായിരുന്നു. അവിടെ അതെന്തിനാ അങ്ങനെ കെട്ടിയിട്ടേക്കുന്ന? ഡേഞ്ചർ പിന്നെന്തിനാണ് പേര്? ബ്ലാക്കി ലിസിയാ? എത്ര എണ്ണമാണോ പോണതുണ്ട് അവളെ പറക്കുന്നു. കണ്ട പറക്കുന്നു പോണത് കണ്ട. അങ്ങനെ നമ്മൾ വക്കത്ത് വന്നു. വക്കത്ത് എൻ്റെ അനിയത്തിയുടെ വീടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ അനിയത്തിയുടെ വീടിൻ്റെ ഫ്രണ്ടാണ് ഈ കാണുന്ന കായലൊക്കെ കേട്ടോ. നിങ്ങൾക്ക് വക്കത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 റീൽസൊക്കെ എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് പോകും. അതൊക്കെയാണ് എൻ്റെ ഒരു കുറച്ച് സന്തോഷങ്ങൾ. അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ നേരെ ഇവിടെ വന്നത് കേട്ടാ. നീ പൊക്കമുള്ള ചെരുപ്പിട്ടുണ്ട് വന്നില്ലേ? അങ്ങനെ നമ്മൾ അവളെ പറയാൻ പോവുകയാണ്. പക്ഷെ പട്ടികളുള്ളത് കൊണ്ട് നമ്മൾ അവളെ അടുത്തോട്ടും കൂടെ അടുക്കുന്നില്ല കേട്ടോ. എന്തിനാണ് ചുമ്മാ പട്ടിയുടെ കടിയൊക്കെ വാങ്ങിക്കണത്? അവളെ ബോഡി ഗാർഡ്സാണിത്. എല്ലാം പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നല്ലേടി? ഇതാരടി? ഇതിന്റെ ഡേഞ്ചറാ? ഡേഞ്ചർ മാറടി. ഡേഞ്ചറില്ല, അതാണ് ലിസി. ലിസി സൂക്ഷിച്ചൊക്കെ വാ. എടി നിനക്ക് നീന്താ അറിയാമോ കുക്കു? കയറൊക്കെ ഉണ്ട്. കയറൊക്കെ മൊബൈൽ വെള്ളത്തിൽ വീടല് ഭഗവാനേ. ഇല്ലാത്ത പൈസ കൊടുത്ത് വാങ്ങിച്ച ഐഫോൺ. ചീറ്റൊന്നും ബാലൻസ് ചെയ്ത്. അയ്യോ നല്ല കളർ ഫിഷ് ആണെന്ന് തോന്നല്ലേടി നോക്കൂ. സിലോപ്പിയാ? സിലോപ്പി മീൻസ് എടി ഇത് നിങ്ങൾ വളർത്തുന്നേണ? സിലോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ സിലോപ്പി. അങ്ങനെ സിലോപ്പി മീനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് കൃഷിയുണ്ട്, മീൻ കൃഷി. അപ്പോൾ മീനൊക്കെ ആവശ്യമുള്ളവർ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവരെ നമ്പർ തരാം. അപ്പോൾ എടി ഇതാണ് ഇവിടുത്തെ ആപ്പിൾ ചെടി. ഞാൻ മുമ്പ് പറഞ്ഞ ആപ്പിൾ ചെടി.
ഞാൻ പിന്നെ രണ്ടാമത് ഞാൻ ആപ്പിൾ ചെടിയെ കാണാൻ വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ ആപ്പിൾ ചെടി? ഇത് ആപ്പിളല്ല, ഇത് ചാവുന്ന ആപ്പിളാണ്. അയ്യോ പിന്നെ അറ്റത്തൊന്നും പോയി നിൽക്കില്ല, എലി നീന്താനെന്ന് പറഞ്ഞൂടാ. ഞാൻ അവിടെ കിടന്ന് വിളിക്കാവുള്ളൂ വീണ് പോയാ. അടിപൊളിയടി. ഇനി ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊന്നും കൊണ്ടുവന്നു പറയരുത്. ഇങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടോ ഗെയ്സ്, നല്ല സ്ഥലമല്ലേ, അടിപൊളി സ്ഥലമല്ലേ. ഡേഞ്ചറേ 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 ഡേഞ്ചറേ. ലിസി ഉണ്ട അല്ല ബ്ലാക്കി ഉണ്ട കടിക്കണം കടിക്കും. ഡേഞ്ചറേ ഡേഞ്ചറേ ഡേഞ്ചറേ. ബ്ലാക്കി ലിസി ലിസി മോളെ ലിസി മോളെ. അയ്യോ 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 കടിയാവുന്നു. വാ 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 ഓരോരുത്തർ വാ, ഓരോരുത്തർ പോ ഓരോരുത്തർ പോ ഓരോരുത്തർ പോ 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 പോ. അമ്മച്ചി രണ്ടടി ഓട്ടം. കോഴി ആര് വെട്ടി വെട്ടി എന്തിനു ചെയ്ത്? വെട്ടിയത് എന്തിനു ചെയ്തെന്ന് പറ. അതല്ലേ രണ്ടാക്കി വെച്ചേക്കുന്നു. ഇവിടെ കുക്കൂനും കൊടുക്കുന്നേനെ മീനൂനും വെച്ചേക്കുന്നു തന്നെ. ആ അപ്പൊ ഈ ചിക്കൻ നമ്മുടെ നാടൻ ചിക്കൻ അല്ലെന്നാണ് പറയണത്. നിന്നാണ് എന്റെ രണ്ട് മക്കളാണല്ലോ. ഇതേ നാടൻ ചിക്കന് അച്ഛവിടെ തിന്നൂല്ല. ഇത് കൊള്ളാം. ഇത് ഞാൻ ഇന്നലെ 2 കിലോ അടിച്ചിട്ട് വന്നു. നിങ്ങൾ വന്നതുമില്ല. അച്ഛൻ നോക്കല്ലേ. അതാ തീറ്റിയുമ്പോ ഇടണ്ട, അവര് കൊണ്ടുപോവേണ്ട. അത് ഇരിക്കട്ടെ. അമ്മ ഇവർക്ക് കൊടുക്കാനുള്ള മരുന്നാ? മറ്റേ പൊടി എടുത്ത് കൊടുത്തോ. ഇത് എങ്ങനെയാണ് കൊടുക്കാന്ന് പറഞ്ഞിരണേ. എന്ന് കൊടുക്കണോ? മരുന്ന് മാത്രം ഇട്ടിട്ട് പച്ചവെള്ളം കൂടെ ഒഴിക്കണം. എന്നും കൊടുക്കല്ലോ. ഇന്നും കൊടുക്കണം. ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല, ഞങ്ങള് കൊടുത്ത് 10 തുള്ളി കൊടുത്തു. എപ്പോഴും മാസത്തിലാ? ഒരു മാസത്തിൽ. അത് വിറ്റാമിനാണ്. നാടല്ല വണ്ടി ദോരിക്കണം. വണ്ടി പണിഞ്ഞിപ്പോ 2500 രൂപ വണ്ടി പണിഞ്ഞതിനായി. കുട്ടി എവിടെ വെച്ചത്? 2500 രൂപയായി പണിഞ്ഞതിനിപ്പ. എന്തേലും പണി? വണ്ടിക്ക് പണി ഉണ്ടായിരുന്നു. എന്തേലും പണി? കുട്ടി എവിടെ വെച്ച്? അതുകൊണ്ടാ വഴിയില്. ഈ സൈഡിൽ കൊണ്ട് അവിടെ വെക്കരുത്. ആട്ടോ പോയാൽ പിന്നെ അവരിപ്പോ വിളിക്കും. അപ്പൊ ഇവ രണ്ടുപേരും കൂടെ എണീറ്റ് എന്റെ മൊബൈല് ചാർജ് ആയോ? മറ്റേലും കുത്തിക്കൊള്ളും. ചാർജ് ആയാ? കൊച്ചുകളിനെ വിയർക്കുന്നു നോക്കിയാ. പിന്നെ സൈക്കൂ. എന്റെ പേരത്തിലെന്നൊക്കെ അറിയാമോ? കൊച്ചോള് കൊച്ചോള് പവിത്ര. പവിത്രയൊന്നും ഉണ്ടല്ലോ പേര്. പിന്നെ കാറ്റ് വരുന്ന അതൊക്കെ ഇരുന്ന് കഴിച്ചാൽ മതി. സ്കൂട്ടർ എവിടെ വെച്ചേക്കെന്ന് പറഞ്ഞു? അവിടെ ഫ്രണ്ടില്. ആ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വെച്ചാൽ മതിയായിരുന്നു. ലോക്ക് ചെയ്തൊക്കെയാണ്. അപ്പൊ അങ്ങോട്ട് മാറ്റിയിരിക്കും.
ആ അച്ഛനെ കൈ നിൽക്കാനില്ല അച്ഛൻ വണ്ടി പഠിക്കാൻ സെക്യൂരിറ്റി പണിയുന്ന ഞാൻ വണ്ടി വരാൻ വണ്ടി പഠിക്കാനും എന്തിനും അറിഞ്ഞൂടാ നാട് ഓടിക്കുന്നില്ല എന്തെന്നാ അതിന്റെ പേരെന്താന്ന് പോലെ ബുള്ളറ്റ്. പിന്നെ അതുവരെ കുട്ടിയാണ് എന്നിട്ട് ഒരു കൂട്ടിയെടുത്തൂടായിരുന്നു അവണ്ട ഒരു അമ്മക്കൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കണം